ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ. നമ്മൾ രാത്രി ഇപ്പോൾ ഒരു 9 മണിയായിട്ടുണ്ട്. കോട്ടയത്ത് വെച്ചെടുത്ത വീഡിയോ ആണ് കേട്ടോ. നമ്മളിപ്പോൾ തട്ടുകടയിലോട്ട് പോവുകയാണ്. രാത്രി എല്ലാവർക്കും തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ ഒരാഗ്രഹം തോന്നി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുണ്ട് കേട്ടോ. പക്ഷെ മിക്കവാറും മേടിക്കുന്നത് നമ്മൾ ഫ്രണ്ടിലുള്ള തട്ടുകടയിൽ നിന്ന് തന്നെയാണ്. പക്ഷേ ഇത്തവണ വേറെ ബൈപ്പാസിൻ്റെ അവിടെ നിന്ന് തട്ടുകടയിൽ പോയി ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു തട്ടുകടേൻ്റെ. നമ്മൾ ചെന്ന ടൈമിൽ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. കുറച്ച് പേർക്ക് മാത്രമേ അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റത്തുള്ളൂ. കൂടുതലും ആൾക്കാർ വണ്ടിയിലൊക്കെ ഇരുന്നാട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഹസ്ബൻഡ് പോയി എടുത്തു തന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല തിരക്കിലാണ്. ചിക്കൻ ഫ്രൈയും പിന്നെ ഓംലേറ്റും പൊറോട്ട, ദോശ, ചമ്മന്തി, ബീഫ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട്. നല്ല ഫ്രഷായിട്ട് തന്നെ ചെയ്തു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് സാധനം കിട്ടിയത്. നമ്മൾ കാറിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആ ടൈം ആയപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ അവിടെ നല്ലപോലെ ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മളെ സാധനം കിട്ടി കേട്ടോ. ആദ്യം തന്നെ കിട്ടിയത് എൻ്റെ ഐറ്റമാണ്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് പൊറോട്ടയും അതുപോലെ ഗ്രേവിയും ചിക്കൻ ഫ്രൈയും പിന്നെ പൊടിയും ഉണ്ട് കേട്ടോ. അവർ പൊടിയും നല്ല സ്പെഷ്യലാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അതുപോലെ ചിക്കൻ ഫ്രൈ ഒക്കെ നല്ല ചൂടോടെ കിട്ടി കേട്ടോ. പൊറോട്ടയും എല്ലാം നല്ല ചൂടായിരുന്നു. പിന്നെ ഇതാ ഉമ്മ ഓർഡർ ചെയ്തത് പൊറോട്ടയും ഗ്രേവിയും അതുപോലെ തന്നെ ബീഫ് ഡ്രൈ ഫ്രൈയും ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാത്തിനും കൂടെ ഈ പൊടിയും ഉണ്ട്, പിന്നെ സവോളയും ഉണ്ടായിരുന്നു. അതുപോലെ ബ്രദർ ഓർഡർ ചെയ്തത് നമ്മളുടെ ദോശയും ചമ്മന്തിയും അതുപോലെ തന്നെ ഓംലേറ്റും ആയിരുന്നു. ഹസ്ബൻഡും ഉമ്മയും ഏകദേശം ഒരുപോലെ തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. എല്ലാം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. ചമ്മന്തിയൊക്കെ നല്ല കുറുകിയ ചമ്മന്തിയായിരുന്നു. അതുപോലെ നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താട്ടോ കഴിച്ചത്. അപ്പോൾ ഈ ഒരു ടൈമിൽ വാവയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫുഡ്. ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അതിന് ശേഷം വാവേനെ എടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഫുഡ് കഴിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അതുപോലെ ഈ ഗ്രേവി സെപ്പറേറ്റ് അവരുണ്ടാക്കുന്നതല്ല കേട്ടോ, ബീഫ് കറി തന്നെ എടുത്തു തരുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിരുന്നു. നമ്മൾ വീട്ടിലൊക്കെ വെക്കുന്ന ബീഫ് കറിയുടെ സെയിം ടേസ്റ്റായിരുന്നു. പിന്നെ ചിക്കൻ ഫ്രൈ ആണെങ്കിലും പൊടിയാണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. പൊറോട്ട നല്ല വലിയ പൊറോട്ട ആണ് കേട്ടോ. 2 എണ്ണം കഴിക്കുമ്പോൾ തന്നെ നല്ലപോലെ വയറ് നിറയും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഉമ്മയുടെ ബീഫും കൂടി കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. ബീഫും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല കുരുമുളകിൻ്റെ ഒക്കെ ടേസ്റ്റുള്ള നല്ല അടിപൊളി ബീഫ് ഫ്രൈ ആയിരുന്നു കേട്ടോ. ചിക്കനും എല്ലാം നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ഇതാ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇത് അത്യാവശ്യം സ്പൈസി ആയിരുന്നു കേട്ടോ. പിന്നെ കാറിൽ ഇരുന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല വെട്ടക്കുറവുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കഴിക്കുന്ന ടൈമിൽ ബാക്കി എല്ലാവരും കഴിച്ച് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടാട്ടോ കഴിക്കുന്നത്. അതുപോലെ ഇത് അത്യാവശ്യം നല്ല തിരക്കുള്ള തട്ടുകടയാണ് കേട്ടോ. എന്നും പറഞ്ഞാൽ വലിയ പ്രൈസും കാര്യങ്ങളും ഒന്നുമില്ല. എല്ലാ ആവറേജ് പ്രൈസ് മാത്രമേ ഉള്ളൂ. ഒരുപാട് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഒരു തവണയും കൂടി നമ്മളിവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.